ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ഈ കാണുന്ന സ്ഥലം നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ഇതിന് സമീപത്ത് തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. ഇവിടെ നിന്ന് എൻ്റെ 2 സുഹൃത്തുക്കൾക്കൊപ്പം, അവർ ഡ്രൈവേഴ്സാണ്, വിഷ്ണുവും സച്ചുവും, അവർക്കൊപ്പമാണ് ഞാൻ ഈ യാത്ര ചെയ്യുന്നത്. അടിമാലി ടൗണിലോട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അവിടെ നിന്ന് നമ്മുടെ സ്വന്തം KSRTC ബസ്സിൽ മൂന്നാറിലോട്ടുള്ള യാത്രയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ഞാനൊരു ചായ എല്ലാം കുടിച്ച് സുഹൃത്തുക്കളോട് ബൈ പറഞ്ഞു. ഇവിടെ നിന്ന് ഞാൻ യാത്ര തിരിച്ചു. ഇപ്പോൾ സമയം 5 മണി. 3 മണിക്കാണ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടത്. 5 മണിക്കാണ് ഇവിടെ എത്തിച്ചേർന്നതും 5:15 അനുബന്ധിച്ച് ഈ കാണുന്ന KSRTC ബസ്സിൽ 56 രൂപ ടിക്കറ്റ് ചാർജ് കൊടുത്ത് മൂന്നാറിലോട്ട് യാത്ര തിരിക്കുകയാണ്. 1600 മീറ്റർ, അതായത് 5000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന, സമുദ്രനിരപ്പിൽ നിന്ന് 5000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടല എന്നീ 3 അരുവികൾ സംഗമിക്കുന്ന മൂന്നാർ എന്ന പട്ടണത്തിലോട്ടാണ് ഈ യാത്ര. ഇപ്പോൾ കടുത്ത വേനലാണ്. 2024 ഏപ്രിലിൽ ആണ് ഞാൻ ഈ യാത്ര തിരിക്കുന്നത്. കടുത്ത വേനലാണ് കേരളത്തിൽ ഉടനീളം. പക്ഷെ ഇവിടെ മാത്രമാണ് ഒരു അല്പം ആശ്വാസം എനിക്ക് അനുഭവപ്പെട്ടത്. ഈ യാത്ര ഇപ്പോൾ തിരഞ്ഞെടുക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ആ കാരണം നമ്മുടെ പ്രസിദ്ധ സാഹിത്യകാരൻ തകഴി ശിവശങ്കരപ്പിള്ളയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയിൽ വിഷയമാവുന്നത് 99 വെള്ളപ്പൊക്കം ഏൽപ്പിച്ച കേരളത്തെയാണ്. അതിൻ്റെ ഓർമ്മ പുതുക്കൽ കൂടിയായ ഈ കടന്നു വരുന്ന 2024 ഓഗസ്റ്റോടുകൂടി 100 വർഷം തികയുന്ന ആ ഒരു കാലഘട്ടത്തിലോട്ടാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. 1924 കർക്കിടകം 1, ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളുടെ ഇടയിലുള്ള ഒരു സമയമാണത്. ആ സമയത്താണ് 17 ദിവസം നീണ്ടുനിന്ന വലിയ നിർത്താതെയുള്ള മഴയത്ത് നമ്മുടെ കേരളം അപകടാവസ്ഥയിലായ ആ ഒരു സമയം. 2000-ൽ അധികം മനുഷ്യരാണ് അന്ന് ജീവൻ നൽകിയത്. നമുക്ക് അറിയാവുന്ന കേസാണ് 2018-ലുണ്ടായ വെള്ളപ്പൊക്കം. ആ വെള്ളപ്പൊക്കത്തിൻ്റെ ഓർമ്മ നമ്മൾ അറിയാവുന്നത് കൊണ്ട് ആ 99-ലെ വെള്ളപ്പൊക്കത്തിൻ്റെ തീവ്രത എത്രത്തോളമായിരിക്കുമെന്ന് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കുക. 99-ലെ വെള്ളപ്പൊക്കത്തിന് ശേഷം 1939-ലും 1961-ലും 2018-ലുമാണ് നമ്മൾക്ക് ഇത്തരത്തിലുള്ള വെള്ളപ്പൊക്കം അനുഭവപ്പെട്ടത്. ആ 2018-ൽ നമ്മൾ കൈമേയ് ഒന്നായ ഒരു സമയമാണ്. ഒരുമയുണ്ടെങ്കിൽ ഉലക്കപ്പുറത്തും കിടക്കാമെന്ന് പറയുന്ന ആ ഒരു സിദ്ധാന്തത്തിൽ ഉറച്ചു നിന്ന് ഓരോരുത്തരും പരസ്പരം സഹായിച്ചും മുന്നേറിയ ഒരു വർഷമാണ് 2018. ആ കാലഘട്ടം ഓർമ്മയുള്ള ആളുകൾക്ക് 99-ലെ വെള്ളപ്പൊക്കത്തിൽ ജീവൻ നഷ്ടമായ, അച്ഛനമ്മമാരെ നഷ്ടമായ, മക്കളെ നഷ്ടമായ, വീടും നാടും എല്ലാം നഷ്ടമായ, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ആ ഒരു കാലഘട്ടത്തിൽ എത്രത്തോളം ദുരിതമായിരിക്കാം അന്നത്തെ ആ പൂർവികർ സഹിച്ചിട്ടുണ്ടാവാം. അവരുടെ ഓർമ്മകൾക്ക് 100 വയസ്സ് തികയുന്ന ഈ കാലഘട്ടത്തിൽ അവർക്ക് വേണ്ടി 2 ഇറ്റ് കണ്ണുനീര് ഒലിപ്പിച്ച് സർവേശ്വരനായ തമ്പുരാനോട് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നാമജപം ജപിക്കുന്ന സമയത്തും പള്ളികളിൽ നിസ്കരിക്കുന്ന സമയത്തും
പള്ളികളിൽ കുർബാന കൂടുന്ന സമയത്തും ആ പൂർവികർക്ക് വേണ്ടി രണ്ടിറ്റ് കണ്ണുനീർ നമുക്ക് ഒലിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എനിക്കിവിടെ കാണാൻ സാധിച്ചത്, അനുഭവിക്കാൻ സാധിച്ചത് കേരളത്തിലെ 14 ജില്ലകളിൽ ഉള്ള അതേ ചൂട് തന്നെയാണ്. സൂര്യപ്രകാശം എത്താത്ത ഒരു കാട് പോലും ഇന്ന് ഈ പരിസരത്ത് കാണുവാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ കാലാവസ്ഥ എന്ന് പറയുന്നത് നല്ല കോടയാണ്. നല്ല കോടയുള്ള തണുത്ത കാറ്റാണ്. എന്നതുപോലെ തന്നെ സൂര്യൻ്റെ വെയിലിൻ്റെ ശക്തിക്ക് യാതൊരു തരത്തിലുമുള്ള കുറവുമില്ല. ഒരു വ്യത്യസ്തമായ കാലാവസ്ഥയാണ് ഇവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ചത്. വളരെയേറെ സുഖകരമായിട്ടുള്ള ഒരു കാലാവസ്ഥ. കേരളത്തിലെ 14 ജില്ലകളിൽ ഇടുക്കി ജില്ലയുടെ ഈ പ്രദേശത്ത് മാത്രമായിരിക്കാം ഇത്തരമൊരു സുഖകരമായിട്ടുള്ള ക്ലൈമറ്റ് കാണാൻ സാധിക്കുന്നത്. ഞാനിവിടെ എത്തപ്പെട്ടത് നെടുമ്പാശ്ശേരിയിൽ നിന്നാണ്. 120 കിലോമീറ്ററോളം താണ്ടിയാണ് റോഡ് മാർഗം ബസ്സിലും മറ്റു വാഹനങ്ങളിലുമായിട്ട് ഇവിടെ എത്തിച്ചേർന്നത്. മൂന്നാറിൽ നിന്നും കോവിലൂർ എന്ന് പറയപ്പെടുന്ന വട്ടവടയിലോട്ടാണ് ഞാൻ യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഞാനിവിടെ കൃത്യം 7:20 എത്തിച്ചേർന്നത്. വരുന്ന വഴിയിൽ റോഡ് പണി നടക്കുന്നതിനാൽ കുറച്ചധികം സമയം അവിടെ കളയേണ്ടി വന്നു. ആയതിനാൽ 6:50 മൂന്നാർ ടൗണിൽ നിന്ന് പുറപ്പെടുന്ന കോവിലൂർ ബസ് നഷ്ടപ്പെടുകയുണ്ടായി. 2 മണിക്കൂറോളം ഇവിടെ സമയം ചെലവഴിച്ചതിന് ശേഷമാണ് കോവിലൂർക്കുള്ള ബസ് കയറാൻ സാധിച്ചത്. വളരെയേറെ തിരക്കായിരുന്നു. പ്രത്യേകിച്ച് ഇന്നൊരു ഞായറാഴ്ച ദിവസമായതുകൊണ്ട് സഞ്ചാരികളുടെ ഒരു കൂട്ടം തന്നെയുണ്ടായിരുന്നു. ഇവിടെ നിന്ന് സഞ്ചരിച്ചത് കോവിലൂർക്കാണ്, വട്ടവട എന്ന് പറയുന്ന കാർഷിക ഗ്രാമത്തിലോട്ട്. ഈ പാട്ടി വിൽപ്പനയ്ക്കായി വച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വെജിറ്റബിൾസാണ്. ഇതൊരു കാർഷിക ഗ്രാമം തന്നെയാണ്. നിരവധി 60-ൽ പരം വെജിറ്റബിൾസാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. കുറേയധികം പഴവർഗ്ഗങ്ങൾ, അതിൽ ഏറ്റവും കൂടുതലുള്ളത് സ്ട്രോബെറി എന്ന ഇനത്തിൽപ്പെട്ട പഴവർഗ്ഗമാണ്. 9 മണിക്കാണ് ഞാൻ ഈ ബസ്സിൽ കയറിയത്. ഇവിടെ നിന്ന് കോവിലൂർക്ക് 81 രൂപയാണ് ബസ് ചാർജായി കൊടുക്കേണ്ടി വന്നത്. 43 കിലോമീറ്ററാണ് വട്ടവടയിലോട്ടുള്ള ഇവിടെ നിന്നുള്ള ആകെ ദൂരം. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡാമാണ് മാട്ടുപ്പെട്ടി. ആ മാട്ടുപ്പെട്ടി ഡാമിലോട്ട് 13 കിലോമീറ്ററാണ് മൂന്നാറിൽ നിന്ന് എത്തപ്പെടേണ്ട കിലോമീറ്റർ. 2 ഡാമുകളാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. മാട്ടുപ്പെട്ടി ഡാമും കൂട്ടത്തിൽ കുണ്ടല എന്ന് പറയുന്ന ഡാമുമാണ് ഇവിടുത്തെ ഈ വഴിയിലുള്ള 2 ഡാമുകൾ. 2 നല്ല തടാകങ്ങളാണ്. സഞ്ചാരികളായിട്ട് വരുന്ന ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ബോട്ട് സർവീസുകൾ എല്ലാം ഉൾപ്പെടുന്ന ഒരു തടാകം കൂടിയാണ് മാട്ടുപ്പെട്ടി തടാകം. മാടുകളുടെ ഗ്രാമം എന്ന പേരിൽ ആണ് മാട്ടുപ്പെട്ടി അറിയപ്പെട്ടു തുടങ്ങിയത്. അങ്ങനെയാണ് മാട്ടുപ്പെട്ടി എന്ന സ്ഥലനാമം രൂപപ്പെട്ടത്. നല്ല വ്യത്യസ്ത ഇനം ഉൽപാദനശേഷി കൂടിയ പശുക്കളെ കാണാൻ സാധിക്കുന്ന ഒരു സ്ഥലം ആയതുകൊണ്ട് ആണ് ഈ സ്ഥലത്തിന് മാട്ടുപ്പെട്ടി എന്ന പേര് വരാൻ കാരണം ആയത് എന്നാണ് ചരിത്രങ്ങളിൽ കാണുന്നത്. പ്രകൃതി ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവം കൂടി ഈ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ സമീപത്ത് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. അവിടെ ഇറങ്ങിക്കൊണ്ട് നമുക്ക് എത്ര ഉച്ചത്തിൽ നമ്മൾ സംസാരിക്കുന്നു, ഉച്ചത്തിൽ പാട്ടുപാടുന്നു, ഉച്ചത്തിൽ
അലറിക്കൂവുന്നു, അതെല്ലാം തിരിച്ച് നമുക്ക് കേൾക്കുന്ന രീതിയിൽ പ്രകൃതി ആ ഒരു സ്ഥലത്തെ അണിയിച്ചൊരുക്കിയിരിക്കുന്നു. നിരവധി സഞ്ചാരികളാണ് അവിടെ ഇറങ്ങി ഇത്തരം കാര്യങ്ങൾ എൻജോയ് ചെയ്യുന്നത്. വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ് മൂന്നാർ നമുക്ക് സമ്മാനിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 1600 അടി ഉയരത്തിലാണ് മൂന്നാർ എന്ന പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് വീണ്ടും 1700 അടി, ഏകദേശം 5600 അടി ഉയരത്തിലാണ് നമ്മൾ കാണാൻ പോകുന്ന വട്ടവട ഉൾപ്പെടെയുള്ള ഗ്രാമങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഒരു വശ്യ മനോഹാരിത തന്നെയാണ്. മൂന്നാറിൽ നിന്നും കോവിലൂർ വരെ 43 കിലോമീറ്ററിൽ 9 സ്ഥലങ്ങളിലാണ് ടൂറിസ്റ്റുകൾക്കായി വിവിധ തരത്തിലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഇതിൽ തന്നെ നിരവധി റിസോർട്ടുകൾ ഉണ്ട്. അവർ ഇതിനും മികച്ചതായിട്ടുള്ള നിരവധിയായിട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അവരുടെ കേന്ദ്രങ്ങളിൽ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. സുഗന്ധവ്യഞ്ജന ഫാക്ടറികൾ, സുഗന്ധവ്യഞ്ജന കൃഷിയിടങ്ങൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ അവർ പ്രൈവറ്റായിട്ട് അവർ ചെയ്തു പോകുന്നുണ്ട്. ഈ വഴിയിൽ ഉടനീളം 9 സ്ഥലങ്ങളാണ് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ളത്. അതിൽ ഏറ്റവും മനോഹാരിതയുള്ളത് ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയുന്ന ആ സ്ഥലത്താണ്. അവിടേക്കൊന്നും നമ്മൾ ഇറങ്ങുന്നില്ല. നമ്മൾ നേരെ പോകുന്നത് വട്ടവടയിലോട്ടാണ്. വട്ടവടയും ആ വട്ടവടയുടെ കാതലായിട്ടുള്ള സ്ഥലങ്ങളുമാണ് നമ്മൾ സന്ദർശിക്കുന്നത്. ഈ കടന്നു പോകുന്നത് ഒരു മധ്യ വേനൽ അവധിക്കാലമാണ്. ഈ വേനൽ അവധിക്കാലത്ത് നിരവധിയായിട്ടുള്ള ടൂറിസ്റ്റുകളാണ് ഇവിടെ ഓരോ ദിനവും വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് മാട്ടുപ്പെട്ടി ഡാമും, മാട്ടുപ്പെട്ടി ഡാമിൻ്റെ 2 സൈഡിലുമുള്ള വ്യൂ ആണ് ഈ ചിത്രത്തിൽ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇവിടുത്തെ സഞ്ചാരം വളരെ രസകരവും ആനന്ദവും നൽകുന്ന ഒരു കാര്യമാണ്. ഭൂരിഭാഗം ആളുകളും മൂന്നാറിലോട്ട് വന്നാൽ മാട്ടുപ്പെട്ടി ടോപ്പ് സ്റ്റേഷനിൽ വരെയാണ് കൂടുതൽ ആളുകൾ വരുന്നത്. അവിടെ നിന്ന് മുന്നോട്ട് വളരെ അപൂർവം ആളുകൾ മാത്രമാണ് പോകുന്നത്. നമ്മുടെ സ്വന്തം വാഹനങ്ങളിൽ പോകാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഇത്തരം ബസ്സുകളിൽ പോകാൻ കഴിയുന്ന ഒരു സ്ഥലം കൂടിയാണ് മുന്നിലോട്ട് പോകുന്ന കോവിലൂർ എന്ന് പറയുന്ന ആ ഗ്രാമം. ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് കൂടിപ്പോയാൽ 10 കിലോമീറ്റർ മാത്രമാണ് ആ സ്ഥലത്തോട്ടുള്ള ദൂരം എന്ന് പറയുന്നത്. വളരെ ആനന്ദകരമായിട്ടുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കോവിലൂർ അഥവാ വട്ടവട. കാർഷിക ഗ്രാമം കൂടിയായിട്ടുള്ള വട്ടവടയുടെ കൂടുതൽ നല്ല കാഴ്ചകൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകാലത്താണ് തേയില കൃഷിക്കായി വികസിപ്പിച്ചെടുത്ത സ്ഥലമാണ് ഇന്ന് നാം കാണുന്ന ഈ മൂന്നാർ. 1800 കാലഘട്ടങ്ങളിൽ ആണ് ബ്രിട്ടീഷുകാർ ആദ്യം മൂന്നാറിൽ എത്തിച്ചേർന്നത്. 1850കളുടെ തുടക്കത്തിലാണ് തേയില കൃഷിക്കായി വിദേശികൾ ഈ സ്ഥലത്തെ അണിയിച്ചൊരുക്കിയത്. പിന്നെയുള്ളൊരു കാര്യം, ഇന്ന് കാണുന്ന മൂന്നാറിൻ്റെ മാങ്കുളം എന്ന പ്രദേശത്താണ് ഇന്ത്യയിൽ ആദ്യമായി റബ്ബറിൻ്റെ പ്ലാന്റേഷൻ ബ്രിട്ടീഷുകാർ തുടങ്ങിവെച്ചത്. മൂന്നാറിൽ തുടങ്ങിയ ആ റബ്ബർ കർഷകൻ അല്ലെങ്കിൽ ആ റബ്ബർ കൃഷി ഇന്ന് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ
വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോഴും നല്ല രീതിയിൽ തുടർന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് ആദ്യമായി ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണ്. അതും മൂന്നാറിന് അടുത്തുള്ള മാങ്കുളത്താണ് ആ റബ്ബർ പ്ലാന്റ് അന്നാളിൽ അവർ ആരംഭിച്ചത് തന്നെ. 1888-90 കാലഘട്ടത്തിലാണ് കണ്ണൻ ദേവൻ പ്ലാന്റേഴ്സ് ഈ മൂന്നാറിൽ തുടക്കമിടുന്നത്. അവരുടെ പിറവി തന്നെ 1888-90 കാലഘട്ടത്തിലാണ്. അതിനും 20-25 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ ഈ തേയില കൃഷി ഇവിടെ ആരംഭിച്ചിരുന്നു. പിന്നീട് 1915 ആയപ്പോഴേക്കും തേയില എസ്റ്റേറ്റുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ് ചെയ്തത്. ഏകദേശം 15-18ഓളം ഫാക്ടറികളാണ് മൂന്നാറിൽ അന്ന് തുറക്കപ്പെട്ടത്. അതിൻ്റെ കാരണക്കാർ തന്നെ ബ്രിട്ടീഷ് വാഴ്ച തന്നെയായിരുന്നു. ഇന്ന് നമ്മൾ ഈ കാണുന്ന ദൃശ്യഭംഗിയെല്ലാം സമ്മാനിച്ചത് അന്നത്തെ ആ ബ്രിട്ടീഷ് ആധിപത്യം തന്നെയാണ്, നിസ്സംശയം നമുക്ക് പറയാം. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പരാമർശിച്ച 1924-ലെ 99-ലെ വെള്ളപ്പൊക്കത്തിന് ശേഷമാണ് ഇന്ന് ഞാനും നിങ്ങളും കടന്നു പോകുന്ന ഈ റോഡിൻ്റെ പിറവി തന്നെ. അതിനു മുമ്പ് ഇവിടെ തീവണ്ടിപ്പാതയെ ആയിരുന്നല്ലോ. അതിൻ്റെ തകർച്ചയെ തുടർന്നാണ് ടോപ്പ് സ്റ്റേഷൻ്റെ പിറവി എന്നാണ് ഇവിടുത്തെ രേഖകളിൽ കാണപ്പെടുന്നത്. ആരാണെന്നറിയില്ല തെക്കിൻ്റെ കാശ്മീർ എന്ന ഈ നാമം ഈ മൂന്നാറിന് നൽകിയത്. ഇതിലൂടെ കടന്നു പോകുന്ന ഓരോ കാഴ്ചയും നമ്മുടെ കണ്ണുകൾക്ക് അത്രമാത്രം രസങ്ങളാണ് നൽകുന്നത്. വലിയ രീതിയിലുള്ള അനുഭൂതിയാണ് ഓരോ പ്രദേശം കാണുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിമനോഹരമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആദ്യം നമ്മളെ സന്തോഷഭരിതമാക്കുന്നത് നിരവധി സിനിമകളിൽ കണ്ടിട്ടുള്ള ഫോട്ടോ പോയിൻ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ കുതിരസവാരി വരെ നടത്തപ്പെടുന്നുണ്ട്. നമ്മൾക്ക് ആ കുതിരമേൽ കയറി 100-150 രൂപയുള്ളൂ. ആ കുതിരയിൽ കയറി ഫോട്ടോ എടുക്കാം. കുറച്ച് സമയം അതിൻ്റെ മുകളിൽ കയറി ഒന്ന് റൈഡ് ചെയ്യാം. അത്തരം ആക്ടിവിറ്റികൾ ആ ഫോട്ടോ പോയിൻ്റിൽ നടക്കുന്നുണ്ട്. വളരെ മനോഹരമാണ്. നമ്മൾ കടന്നു വന്ന വഴിയിലാണ് ആ കാഴ്ചകളെല്ലാം ഉള്ളത്. അത് കഴിഞ്ഞ് വരുന്നത് മാട്ടുപ്പെട്ടി ഡാമും എക്കോ പോയിൻറ്റുമാണ്. അത് കഴിഞ്ഞ് വരുന്നത് കുണ്ടല ഡാമാണ്. വളരെ ചരിത്ര നിർമ്മിതിയാണ് കുണ്ടല ഡാം. ഒരുപാട് ചരിത്ര അവശേഷിപ്പുകൾ ആ കുണ്ടല ഡാമിൽ ഉണ്ട്. അത് സ്വന്തം വാഹനങ്ങളിൽ വരുന്നവർ അവിടെ ഇറങ്ങി അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ അത് വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു സ്ഥലമാണ് കുണ്ടല ഡാം. മാട്ടുപ്പെട്ടി ഡാമിൽ ഉള്ളതുപോലെ തന്നെയുള്ള ആക്ടിവിറ്റികൾ ആ ഡാമിലും നമുക്ക് കാണാൻ സാധിക്കും. ബോട്ട് സർവീസാണ് അവിടെയും ഉള്ളത്.
മൂന്നാറിൻ്റെ മലനിരകളിലോട്ട് കയറിയാൽ വളരെ വ്യത്യസ്തമായ ഭൂപ്രകൃതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുമ്പ് കണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് തന്നെയുള്ള ഒരു ഭൂപ്രകൃതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാന ആകർഷണം ഈ തേയിലത്തോട്ടം തന്നെയാണ്. പിന്നെ മഞ്ഞിൻ്റെ, കോടയുടെ ഒരു കളി തന്നെയാണ്. അതൊരു വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. ഞാനീ സഞ്ചരിക്കുന്നത് KSRTC ബസ്സിലാണ്. ഇതിലുള്ള ഒരു ആളുമായിട്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള മുൻപരിചയവുമില്ല. പക്ഷേ ഇവരെയെല്ലാം പരിചയപ്പെടാൻ ഇത്തരം യാത്രകൾ നമുക്ക് ഒരുപക്ഷെ ഉപകരിക്കും. അങ്ങനെയുള്ള പരിചയപ്പെടലുകൾ നടന്ന ഒരു ദിവസം തന്നെയാണ് എൻ്റെ മുന്നിലുള്ളത്. എനിക്ക് 2 സുഹൃത്തുക്കളെ കിട്ടി. മലപ്പുറം പൊന്നാനി സ്വദേശികളായിട്ടുള്ള 2 പേരും 4 അനുജത്തിമാരെയും കിട്ടി. അവർ ഇടുക്കി ജില്ലയിൽ തന്നെയുള്ള അടിമാലിയിലാണ്. അങ്ങനെ 4 സഹോദരികളെയും കിട്ടി, 2 സഹോദരന്മാരെയും കിട്ടി. അവരോടൊന്നിച്ച് ഒരു ജീപ്പ് സവാരി കോവിലൂർ അഥവാ വട്ടവടയിൽ ചെന്നപ്പോൾ പോകുവാൻ സാധിച്ചു. വട്ടവടയുടെ 27 കിലോമീറ്റർ ചുറ്റളവിൽ അവരോടൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞു. നിരവധിയായിട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ അവരോടൊപ്പം പോകാൻ കഴിഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചിലന്തിയാർ എന്ന് പറയുന്ന ഒരു വാട്ടർ ഫാൾസിലോട്ടാണ്. പിന്നീട് പോയത് പഴംതോട്ടം എന്ന് പറയുന്ന ഒരു വ്യൂവിലോട്ടാണ്. വട്ടവടയുടെ ഗ്രാമത്തിൽ നിന്ന് ഏറ്റവും മുകളിലോട്ട് നോക്കിയാൽ കാണുന്ന ഒരു സ്ഥലമാണ് പഴംതോട്ടം വ്യൂ പോയിൻ്റ്. ഒരു വലിയൊരു മലനിരയാണ്. ആ വലിയ മലനിരയിൽ നിന്ന് നോക്കിയാൽ നമ്മുടെ കണ്ണ് എത്തുന്ന അത്രം ദൂരത്തിൽ ഉള്ള സ്ഥലമായിട്ട് പോലും എല്ലാം വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന വട്ടവടയുടെ ആ ഭംഗി അത്രത്തോളം നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് പഴംതോട്ടം വ്യൂ പോയിൻ്റ്. ഈ യാത്രയിൽ നിരവധി മരങ്ങൾ നശിപ്പിക്കപ്പെടുന്നത് കാണാൻ ഇടയായി. അതിനെക്കുറിച്ച് അറിയാൻ സാധിച്ചത് പേപ്പർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു മരമാണെന്നാണ്. ആ മരം ഈ ഭൂമിയിലുള്ള ജലാംശത്തെ എത്രത്തോളം ദൂരത്തിലോട്ട് ഭൂമിയുടെ അടിയിലോട്ട് പോകാം അത്രത്തോളം അതിൻ്റെ വേരുകൾ ആഴ്ന്നിറങ്ങി ജലാംശത്തെ വലിച്ചെടുക്കുന്ന ആ മരമാണ് ഇന്നിവിടെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഓർഡറുള്ള പഞ്ചായത്ത് അനുമതിയോട് കൂടിയിട്ട് തന്നെയാണ് ആ മരം ഇവിടെ നിന്ന് നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം കുടിവെള്ളത്തിനും കൃഷി ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ള ജലം ഇല്ല എന്നുള്ള കാരണം കൊണ്ട് മാത്രമാണ് ആ മരത്തെ ഇവിടെ നിന്ന് തുടച്ച് നീക്കപ്പെടുന്നത്. എന്നിരുന്നാലും ഓരോ മലനിരകളിലും അത് വീണ്ടും വീണ്ടും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലം നിങ്ങൾക്ക് ഏറെ പരിചിതമുള്ള ഒരു സ്ഥലമായിരിക്കും. നിരവധി റീൽസുകളിൽ കൂടിയും നിരവധി നൂറുകണക്കിന് വീഡിയോകളിൽ കൂടിയും ഈ സ്ഥലത്തെ നിങ്ങൾ കണ്ടിരിക്കാം, കേട്ടിരിക്കാം. ഇത് ഷോലെ വന മേഖലയാണ്. വളരെയേറെ അപകടം പിടിച്ച ഒരു സ്ഥലമാണ്. ഇവിടെ വാഹനം നിർത്തുകയോ ഇവിടെ ഇറങ്ങുകയോ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ്. വംശനാശഭീഷണിയിൽ പെടുന്ന നിരവധി വന്യമൃഗങ്ങൾ അധിവസിക്കുന്ന ഒരു സ്ഥലത്ത് കൂടിയിട്ടാണ് നമ്മൾ
ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇതിനെ വിവരിക്കാൻ വാക്കുകൾ തന്നെയില്ല. ഓരോ സഞ്ചാരികളുടെയും മനസ്സിനെ എത്രത്തോളം സ്വാധീനിക്കുന്നു അത്രത്തോളമാണ് ഈ വഴിയിലെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലങ്ങൾക്ക് പറയാനുള്ളത്. ഓരോ സഞ്ചാരികളുടെയും മനസ്സിൻ്റെ ആകർഷണീയത തന്നെയാണ് ഈ കടന്നു പോകുന്ന ഈ സ്ഥലങ്ങൾ. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. കുറച്ച് ദൂരം കൂടി മുന്നിലോട്ട് ചെന്നാൽ വട്ടവടയിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയും. വരുന്ന വീഡിയോയിൽ വട്ടവടയുടെ 27 കിലോമീറ്റർ ദൂരം ദൈർഘ്യമുള്ള വട്ടവടയുടെ ഏറ്റവും നല്ല ദൃശ്യങ്ങളായിരിക്കും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട അഭിമന്യുവിൻ്റെ നാടുകൂടിയാണ് വട്ടവട. വട്ടവടക്ക് സമീപമാണ് അഭിമന്യുവിൻ്റെ വീടുള്ളത്. അതിൻ്റെ എല്ലാം കാഴ്ചകൾ വരുന്ന എപ്പിസോഡിൽ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നതായി. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും അവസാനത്തെ പഞ്ചായത്താണ് വട്ടവട. ഇവിടെ നിന്ന് വളരെ അടുത്താണ് തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന സ്ഥലമുള്ളത്. ഇവിടെ കാണുവാൻ 5ഓളം സ്ഥലങ്ങളാണ് ഉള്ളത്. കോവിലൂര്, വട്ടവട, പഴന്തോട്ടം, ചിലന്തിയാറ് എന്നൊക്കെ പറയപ്പെടുന്ന നിരവധി നല്ല നല്ല സ്ഥലങ്ങൾ വരുന്ന വീഡിയോയിൽ നിങ്ങൾക്കായി പ്രദർശിപ്പിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇത് മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി 100 വർഷം പിന്നിടുന്ന 99-ലെ വെള്ളപ്പൊക്കത്തിൻ്റെ സ്മരണ പുതുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ലൈക്ക് ചെയ്യണം. ഇത്തരം വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി വാട്സാപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും നിങ്ങൾ ഷെയർ ചെയ്യണം. പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടി നിങ്ങൾ രേഖപ്പെടുത്തണം. ഈ വീഡിയോ കണ്ട ഏവർക്കും നന്ദി. ഇതൊരു വ്യത്യസ്ത നാടാണ്. തമിഴ് കൾച്ചറുള്ള ഒരു വ്യത്യസ്തമായൊരു നാടാണ്. ഇവിടുത്തെ കാഴ്ചകൾ വരുന്ന വീഡിയോയിൽ നമ്മൾക്ക് തീർച്ചയായും കാണിക്കാം. അതുവരെ എല്ലാവർക്കും ശുഭദിനം. ഞങ്ങൾ കള്ളം പഠിച്ചോട് 10 രൂപ മേടിക്കില്ല കേട്ടോ. നമ്മൾ ഒരു കാര്യമാണെങ്കിൽ പറയാൻ ഒരുപാട് കാണിച്ചിട്ട് തന്നെ പൈസ വെക്കും. ഇത് കണ്ടില്ല റോഡ് ഈ അവസ്ഥ തന്നെ 27 കിലോമീറ്റർ ഇത് കാണുന്നത്. ഓട്ട കാര്യങ്ങൾക്ക് പോയാലും ഒരുപാട് ഗണപതിക്ക് അഭിഷേകം
சாந்தினம் வாழ்விலே பொங்கி வளர்ந்து